കയ്യോ കാലോ വെട്ടിക്കളഞ്ഞാൽ മാത്രമേ ജനം നിയമം പാലിക്കൂ. പറയുന്നത് ബംഗളൂരുവിലെ ഹൈക്കോടതിയാണ്. വിവാദമായ ഒരു പരാമർശമാണ്. അല്ലെങ്കിൽ ജനങ്ങൾ നിയമം പാലിക്കില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ടെങ്കിലും പലപ്പോഴും അത് പാലിക്കപ്പെടുന്നില്ല. ഇപ്പോൾ തന്നെ കൊച്ചിയിലെ കാര്യം, കഴിഞ്ഞ ദിവസം പുലർച്ചെ ഏതാണ്ട് 4 മണിയോടുകൂടി 2 പെൺകുട്ടികളെ 10ഓളം വരുന്ന സംഘം, അതിനകത്ത് തന്നെ 8 പേർ ആൺകുട്ടികളും 2 പേർ പെൺകുട്ടികളുമാണെന്ന് പറയുന്നത്, ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നു. അപ്പോൾ പുലർച്ചെ 4 മണിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാകുന്നു. എല്ലാവരും ഒരേ ഏജ് ഗ്രൂപ്പൊക്കെ ഉള്ളവരാണ്. അവർ തമ്മിൽ ആക്രമണം ഉണ്ടാകുന്നു. പോലീസിന് പലപ്പോഴും ഇടപെടാൻ പോലും പറ്റുന്നില്ല. വസ്ത്രധാരണത്തെക്കുറിച്ച് അപമാനിക്കുന്നു, ലൈംഗിക ചൊവ്വയോട് ആംഗ്യം കാണിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് ഈ നഗരങ്ങളിലൊക്കെ സംഭവിക്കുന്നത്? ബാംഗ്ലൂർ കോടതിയുടെ അഭിപ്രായം നമ്മൾ നേരത്തെ കേട്ടിരുന്നതാണ്, പക്ഷേ കോടതി മുറികളിൽ നിന്നായിരുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ ബംഗളൂരിൽ ഇങ്ങനെ ഒരു പരാമർശം കോടതിയിൽ നിന്ന് വന്നപ്പോഴാണ് അത് വലിയ വാർത്താ പ്രാധാന്യം നേടിയത്. അതായത് കൈയും കാലും വെട്ടിയാൽ മാത്രമാണ് ജനങ്ങൾ നിയമം അനുസരിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ കോടതി വെട്ടണം എന്നാണ് കോടതി പറയുന്നത്. എങ്കിൽ മാത്രമേ നിയമം അനുസരിക്കാൻ ജനങ്ങൾ തയ്യാറാവുള്ളൂ. ഇത് നേരത്തെ നമ്മൾ സാധാരണ ആളുകളൊക്കെ ആയിട്ട് വർത്തമാനം പറയും. അതിനവർ ഉദാഹരണമായിട്ട് കാണിക്കുന്നത്, ഗൾഫിലാണെങ്കിൽ ഇങ്ങനെയൊന്നും അവൻ ചെയ്യില്ല. കാരണം എന്താണ്? അവൻ്റെ കൈ വെട്ടിക്കളയും. അതുകൊണ്ട് അവിടെ കുറ്റകൃത്യങ്ങൾ കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ കൂടുന്നത് നമ്മളുടെ ജനാധിപത്യം ശാക്തീകരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ അഭിപ്രായത്തിലാണ് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിയമങ്ങൾ അനുസരിക്കാനായിട്ട് ജനങ്ങൾ തയ്യാറാവൂ എന്നുള്ളതാണ്. ശരിയാണ്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, പൊതു സമൂഹത്തിൽ പുകവലി പാടില്ല, ഒരു മുദ്രാവാക്യം പോലെ വെക്കുന്നതാണ്. പക്ഷേ അതുകൊണ്ട് പൊതുസമൂഹത്തിൽ പുകവലിക്കാതിരിക്കുന്നില്ല. പൊതുസമൂഹത്ത് പുകവലിച്ചൊരുത്ത് നിൽക്കുന്നത് കണ്ട് പോലീസ് അവനെ അറസ്റ്റ് കൊണ്ടുപോകുക മാത്രമാണ് അവനെന്ത് ചെയ്യുന്നുള്ളൂ, ആ നിയമത്തെ അനുസരിക്കുന്നുള്ളൂ. ജനങ്ങൾ ഏത് നിയമത്തെയും അനുസരിക്കാൻ തയ്യാറാവണമെങ്കിൽ അവർക്ക് പേടിയുണ്ടാവണം. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രാഷ്ട്രീയം വളരെ മലീമസമായി മാറിയതുകൊണ്ട് ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ അക്രമികളായി മാറിയാൽ അവരെ സംരക്ഷിക്കുന്ന സ്വഭാവമാണ് ഭരണകൂടത്തിനുള്ളത്. ഇതാണ് കോടതിയുടെ വിഷയം. അപ്പോൾ അക്രമികളെ മുഴുവനും സംരക്ഷിക്കുന്നു, നിയമം ശരിയായ രീതിയിൽ ഒരിക്കലും നടപ്പിലാക്കുന്നില്ല. അതുകൊണ്ട് എന്ത് കടുത്ത ക്രൂരകൃത്യങ്ങൾ ചെയ്താലും അവർക്ക് ശിക്ഷ കിട്ടില്ല എന്ന ഒരു സുരക്ഷിത ബോധം ഈ ക്രിമിനലുകളായി മാറിയ കുറ്റവാളികൾക്കുണ്ട് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് കർശനമായ രീതിയിൽ നിയമം നടപ്പിലാക്കാനായിട്ട് തയ്യാറായാൽ മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ നിയമത്തെ അനുസരിക്കാനായിട്ട് തയ്യാറാവുള്ളൂ. അതുകൊണ്ട് കോടതി ഒരു കടുത്ത ഭാഷ ഉപയോഗിച്ചാണ്, കൈയും കാലും വെട്ടിയാൽ മാത്രമാണ് നിയമം അനുസരിക്കാനായിട്ട് ജനങ്ങൾ തയ്യാറാവുള്ളൂ. കോടതി നിലവിളിക്കാൻ കോടതിയുടെ വിലാപമാണ്. കാരണം കോടതിയെയും നിയമത്തെയും അനുസരിക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ, നമ്മുടെ രാഷ്ട്രീയം മാറ്റിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയും ഇത് കേരളമാണ്. ഇതെന്ത് കേരളം? ഇങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ രാത്രിയിലോ അതേപോലെ തന്നെ വെളുപ്പാങ്കാലത്തോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരിടമായിട്ടൊന്ന് മാറിയാൽ ഈ കേരളത്തിന് എന്ത് പ്രസക്തിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് മാറുന്നത്? അത് മാറുന്നതിൻ്റെ കാരണം, നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ വരുന്ന മനുഷ്യർ, ഈ ജെൻസി കിൻസി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവൻ്റെ തലക്കകത്ത് എന്താണ്? ഇവൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ്? ഇവൻ്റെ മൂല്യബോധം എന്താണ്? അതാണ് പ്രശ്നം. അപ്പോൾ മൂല്യബോധം പുനർനിർമ്മിക്കുന്ന തരത്തിൽ നമ്മുടെ സമൂഹത്തിന് മാറാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ ഈ സമൂഹം ഇതേപോലെയുള്ള വികൃതമായിട്ടുള്ള കാര്യങ്ങൾ, ക്രൂരകൃത്യങ്ങൾ, വൃത്തികേടുകൾ അത് കൂടുതലായിട്ട് ചെയ്യും. രാഷ്ട്രീയ നേതാക്കളൊക്കെ എത്രയോ വൃത്തികെട്ടവന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ തന്നെയാണ് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മാറുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ഗാന്ധിജിയുടെ കാലത്തെ നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കൊരു താരതമ്യത്തിന് എടുക്കാവുന്നൊരു കാലം എന്ന് പറയുന്ന ആ കാലമാണ്. അന്ന് മൂല്യനിർമ്മാണം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ മൂല്യബോധമുണ്ടായിരുന്നു. അത് തെറ്റിക്കാൻ അവരൊരിക്കലും തയ്യാറാവുമായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിയമമന്ത്രി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ, നിയമം അനുസരിക്കപ്പെടാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ രാജിവെക്കാൻ തയ്യാറാവുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ആരും ഒന്നിനും ഒരു തരത്തിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് തയ്യാറല്ല എന്നുള്ളതാണ്. വലിയ അഴിമതി നടന്നാൽ പോലും അതിനെന്തെങ്കിലുമൊക്കെ തൊടുന്യായം പറഞ്ഞ് മന്ത്രി അവിടെ ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും.
ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം അനുസരിക്കേണ്ടതല്ല എന്ന് ജനങ്ങൾക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. നിയമം ലംഘിക്കാനുള്ളതാണ് എന്ന പാഠമാണ് പുതിയ കാലം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോടതിയിലിരുന്ന് ജഡ്ജിമാർക്ക് നിലവിളിക്കേണ്ടി വരുന്നത്. ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ഗുണ്ടകളുടെയൊക്കെ ഒരു വിഹാര കേന്ദ്രമായിരുന്നു. ഒരുപാട് ഗുണ്ടകളുണ്ടായിരുന്നു, അധോലോക പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. പിന്നീട് പോലീസ് നടപടികൾ വളരെ കർക്കശമായി. പോലീസ് നടപടികൾ മാത്രമല്ല, അന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആ ഗുണ്ടകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തിരുന്നു. അങ്ങനെ ഇപ്പോൾ ഗുണ്ടകളില്ല, പലരും തൊഴിൽ തേടിപ്പോയി, പലരും ഗുണ്ടാപ്പണി നിർത്തി. പകരം വന്നത് ഈ ജെൻസി എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇവരിപ്പോൾ കാണിക്കുന്നത് പകൽ ജീവിതമല്ല, ഇതൊരു നൈറ്റ് ലൈഫായി മാറി. ഒരു കാലത്ത് കൊച്ചിയിൽ അപൂർവമായിട്ടാണ് രാത്രിയിൽ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നത്, അവിടെ യുവാക്കൾ കൂടി. ഇപ്പോൾ അങ്ങനെയല്ല, കൊച്ചി പകലത്തെക്കാട്ടിയും കൂടുതൽ സജീവമാകുന്നത് രാത്രിയിലാണ്. അതൊരു പ്രത്യേക കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണ്. പഠിക്കാൻ വരുന്നവർ, ചെറിയ ചെറിയ പാർട്ട് ടൈം ജോലി തേടി വരുന്നവർ, എൻട്രൻസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നവർ, ഇവരൊക്കെ രാത്രിയിൽ ഇറങ്ങി നടക്കുന്നത്. അവർക്ക് ഇറങ്ങി നടന്നുകൂടെ? നടക്കാം. പക്ഷേ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ പലവിധ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ അമിതമായ വേഗത്തിൽ ബൈക്ക് ഓടിച്ചോണ്ട് പോകുന്നു, ഹെൽമെറ്റ് ഇല്ലാതെ 2 പേരും 3 പേരും ഒരുമിച്ച് പോയി നടക്കുന്നു, ഹോട്ടലുകൾക്ക് മുമ്പിൽ കൂടിയിരുന്ന് വെച്ച് വലിയ കഥകൾ പറഞ്ഞു നിൽക്കുന്നു, മറ്റുള്ളവരെ കളിയാക്കുന്നു. അപ്പം ഒരേ മാനസിക നിലവാരമുള്ളവർ, ഒരേ പ്രായത്തിലുള്ളവർ മറ്റവരെ കളിയാക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ മറ്റൊരു കൂട്ടർ വരുന്നു. ഒരുപക്ഷെ ഇവരുടെ തലയ്ക്കുള്ളിൽ എന്താണ് എന്നുള്ളത് വളരെ സംശയമാണ്. ഒരു മണമില്ലാത്ത അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ കൂടിയുണ്ട്. അത്തരം ആളുകൾ കൊച്ചിയിൽ വളരെ കൂടുതലുണ്ട്. അതുകൊണ്ടല്ലേ പുലർച്ചെ 4 മണിക്ക് ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ പെൺകുട്ടികളെ നടു റോഡിൽ ചവിട്ടി താഴെ ഇടുന്നു, വീണ്ടും വീണ്ടും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് CCTVയിലൂടെ കാണുന്നത്. ഈ കൊച്ചിയിലെ ജെൻസി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും ചെയ്യുന്നത്? അല്ല, ഇവിടെ ഉള്ള പ്രശ്നം, ഈ പെൺകുട്ടി പലരും ചോദിക്കും, ഈ പെൺകുട്ടി എന്തിനാണ് 4 മണിക്ക് അവിടെ എഴുന്നേറ്റ് വന്നത്? ഇപ്പം നമ്മൾ പറയുന്നത് ഒരു രാത്രി ജീവിതം കൊച്ചിക്കുണ്ടെങ്കിൽ അത് മാന്യമായ രാത്രി ജീവിതമാകട്ടെ. അതിൽ നിന്ന് വ്യത്യസ്തമായി കഞ്ചാവടിക്കുന്നവരും കള്ളുകുടിക്കുന്നവരും മറ്റ് പല രാസലഹരികൾക്കൊക്കെ വിധേയമാകുന്ന ആളുകൾ അവരുടെ വിഹാരരംഗമായി രാത്രി ജീവിതം മാറിയാൽ അതിനൊരു പ്രസക്തിയില്ല. അതിനെ ന്യായീകരിക്കേണ്ട കാര്യം നമുക്കില്ല. അപ്പോൾ രാത്രി ജീവിതത്തെ നമുക്ക് ന്യായീകരിക്കാം, കാരണം പുതിയ കാലഘട്ടം, പുതിയ ജീവിതം, പുതിയ രീതികൾ. പക്ഷേ അത് മലീമസമായതും അതേപോലെ ക്രിമിനലൈസ് ചെയ്യും എന്നുവെച്ചാൽ കുറ്റവാളികളുടെ കേന്ദ്രമായി മാറുന്ന തരത്തിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടതായി മാറിയാൽ അതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അത് ന്യായീകരിക്കരുത്. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യണം? വളരെ കർശനമായിട്ടുള്ള നടപടി അക്കാര്യത്തിൽ ഉണ്ടാവണം. പോലീസിൻ്റെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നിരന്തരമായി പോലീസ് എന്ത് ചെയ്യണം? ഈ സമയങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും ഇങ്ങനെ ഉള്ള മോശമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആളുകളെ കണ്ടാൽ അവരെ കൈയോടെ തൂക്കി ജയിലിലിടേണ്ടത് ആവശ്യമായിട്ട് വരും. അല്ല, അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് രാത്രി കാലങ്ങളിൽ പട്രോളിങ്ങിന് പോകുമ്പോൾ ഒരു ആണും പെണ്ണും, അത് ആൺകുട്ടി പെൺകുട്ടിയാണ് ഒരുമിച്ച് നിൽക്കുന്നതാണ്, സംശയാസ്പദമായ സാഹചര്യത്തിലെത്തിയാൽ ഉടനെ ഈ പെൺകുട്ടി പറയുന്നത് നിങ്ങൾ എന്നെ പിടിച്ചു, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുക്കും. പോലീസുകാരൻ പെട്ടുപോകും. കാരണം ഇവളെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലായില്ല. മാത്രമല്ല രാത്രി കാലങ്ങളിൽ വേണ്ടത്ര വനിതാ പോലീസിൻ്റെ ഒരു സഹായം കിട്ടുന്നില്ല. ഇതൊക്കെ പോലീസ് നേരിടുന്ന പ്രതിസന്ധികളാണ്. പക്ഷേ ഇതിനെയൊക്കെ മറികടക്കണമെങ്കിൽ ഇങ്ങനെ പഠിക്കാൻ വരുന്ന, ഇവിടെ ജോലി എടുക്കാൻ വരുന്ന, ഇവിടെ താമസിക്കാൻ വരുന്ന ഈ പെൺകുട്ടികളുടെ, ഈ യുവാക്കളുടെയൊക്കെ രക്ഷിതാക്കൾ അവരും കൂടി ഈ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ പുലർത്തണ്ടേ? അല്ലേ, രക്ഷിതാക്കൾക്ക് കുട്ടികളിൽ നിയന്ത്രണം കുറഞ്ഞു വരുന്നൊരു കാലമാണ്. രക്ഷിതാക്കൾ പറയുന്നതൊന്നും കുട്ടികൾ കേൾക്കുകയില്ല എന്നത് നമുക്ക് സ്കൂളുകളിൽ നിന്ന് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ രക്ഷിതാക്കൾ പറയുന്നത് അല്ല കുട്ടികൾ കേൾക്കുന്നത്. കുട്ടികൾ പറയുന്നത് രക്ഷിതാക്കൾ കേൾക്കുന്ന തരത്തിലേക്ക് തലതിരിഞ്ഞ ഒരു പ്രവാഹമാണ് നമുക്കതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളുടെ കുടുംബങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടനയിലാണ് അതിൻ്റെ കേന്ദ്രം കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, നമ്മളൊരു ന്യൂക്ലിയസ് കുടുംബം എന്ന് നമ്മൾ പറയാറുണ്ടാണല്ലോ, അണുകുടുംബം എന്ന് പറയും. അവിടെ അച്ഛനും അമ്മയും പിന്നെ ഒരു മകനോ മകളോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ കേന്ദ്രബിന്ദുവായി തീരുകയും ആ മകനെയോ മകളെയോ അവർ പറയുന്നത് കേൾക്കുകയും അവരിൽ ആളിക്കുകയും അവർ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഈ അച്ഛനമ്മമാർ മാറിത്തീരുകയാണ് ചെയ്യും. ചിലപ്പോഴൊക്കെ നമ്മൾ സങ്കടത്തോടുകൂടി വായിക്കാറുണ്ട്, മകൻ അമ്മയെ വെട്ടിക്കൊന്നു. എന്ത് വാർത്തയാണ്, എന്തൊരു ഭീകരതയാണ് അതിനുള്ളത്. ഇങ്ങനെ സമൂഹം മാറുന്നത് തടഞ്ഞേ പറ്റൂ. അതിന് മൂല്യനിർമ്മാണം വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തികൾ അവരുടെ കഴിവുകൾ, അവരുടെ പ്രതിഭ അതൊക്കെ വികസിപ്പിക്കുകയും അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹത്തെ മാറ്റേണ്ടതുണ്ട്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.